ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു സ്ഥലം വരെ പോവുകയാണ്. നിങ്ങളെയും ഈ സ്ഥലത്തോട്ട് ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. റോഡിൽ നടന്ന് റോഡിൽ വെള്ളമൊന്നുമില്ല, മഴക്കുറവല്ലേ. മഴ കുറവല്ലേ, ഇതിൽ നിറയെ വെള്ളം ഒഴുകി വരുന്നതാണ് മഴ സമയത്ത്. മഴ ഇത് കുറവായതുകൊണ്ട് വെള്ളം കുറവ്. ഇത്തിരി പോകണം, ഒരു കുന്നിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. ഇവിടെ നിന്ന് നടന്ന് പോയിട്ട് ഇത്രയും നടക്കണം. ഒരു 10 മിനിറ്റ് അല്ല, ഒരു 5 മിനിറ്റ് നടക്കണം ഞങ്ങളുടെ വീട്ടിൽ നിന്ന്, ഇപ്പോൾ ഉള്ള വീട്ടിൽ നിന്ന് അവിടെ പോകാൻ. അത് ഞങ്ങളുടെ വീട് തന്നെ. ഇത് ഏട്ടന് വേണ്ടി കിട്ടുന്ന വീട്. അത് കല്ലുവാഴയുടെ പോയി പിന്നെ കുളം പോയി ഒരു പോച്ച് പുല്ല് ഇഷ്ടംപോലെ പോച്ചുണ്ട്. പോയിട്ട് തുരങ്കം ഉണ്ട് അവിടെ. കാട ഇത് അത് ഉപയോഗിക്കണമൊന്നുമില്ല. മഴ വെയിലാണ് സമയത്ത് നമ്മൾ എടുക്കരുത് വെള്ളം. ആടെ താമസമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് വെയിലായ സമയത്ത് ഇത് കഴിഞ്ഞിനൊക്കെ വെള്ളം ഒടിക്കാൻ വേണ്ടി ഇതിന് വെള്ളം എടുക്കും. ഇപ്പം ഒന്നും കാട് മൂടി കിടക്കുന്നു. വെട്ടുന്നൊന്നുമില്ല കാടൊന്നും. അകത്തോട്ട് പോയില്ല ഇതുവരെ. പോയായിരുന്നു ഒരു പ്രാവശ്യം, എൻ്റെ വെയിലുള്ള സമയത്ത് ഞാൻ പോയായിരുന്നു. ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടോ നിങ്ങളുടെ വീട്ടിലൊക്കെ? ഇഷ്ടം പോലെ ഉണ്ട്. ചിങ്ങമാസം ഓണത്തിന്, ഓണം വരുന്നതിന് മുമ്പ് പൂ ഇഷ്ടം പോലെ, മഞ്ഞപ്പൂ, കുഞ്ഞു മഞ്ഞപ്പൂ ഇഷ്ടം പോലെ ഉണ്ട്. ഇങ്ങനെ പോയി ഇത് തൊഴുത്ത്, ഇത് പഞ്ചായത്തിന് പറ്റിയ തൊഴുത്ത്. പശുവൊന്നുമില്ല ഇപ്പോൾ ഇവിടെ. കറിവേപ്പില ഞാൻ മൂത്തമ്മര വീട്ടുന്നുണ്ട്. കറിവേപ്പില 3 വർഷമായി കൊണ്ടുവന്നിട്ട്. അതിപ്പോൾ എത്രയായി. കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ ഉണ്ട്. ചെറിയ കറിവേപ്പില തൈകളൊക്കെ ഉണ്ട്. അച്ഛൻ കോവയ്ക്ക നട്ടാൻ വേണ്ടിയുള്ള തടം എടുത്ത് വൃത്തിയാക്കി വെച്ചത്. കോവയ്ക്ക നടാൻ വേണ്ടിയിട്ട് കോയക്ക. ഇങ്ങനെ പോയി. കുഴൽക്കിണറുണ്ട്. കുഴൽക്കിണറുണ്ട്. മോട്ടർ വെച്ചത് അടച്ച് വെച്ചേച്ച്. ഇനിയിപ്പോൾ ആവശ്യമില്ലല്ലോ വെള്ളത്തിന്. അതൊക്കെ അടച്ച് വെച്ചത്. ഇഷ്ടംപോലെ താമസമൊന്നും ഇല്ലാതെ ഇഷ്ടംപോലെ താമസിക്കണം. കുഞ്ഞൊരു വീട് ഷെഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വേറൊരു വീട് വെച്ചിട്ടുണ്ട്. അത് താമസമൊന്നും ആയില്ല. താമസമാവുന്നത് ആവാൻ പിന്നെ കുറച്ചും കൂടി ബാക്കിയുണ്ട്. ജോലിയുണ്ട്, ടൈൽസിൻ്റെ ജോലിയും മറ്റു കാര്യങ്ങളും. ടൈൽസിൻ്റെ പണിയൊക്കെ ആയിക്കഴിഞ്ഞ് കിട്ടിയത് ഫോറസ്റ്റ്. അത് കാണുന്ന ഫോറസ്റ്റ്. വിറകിനൊക്കെ പണ്ട് ഞങ്ങൾ അവിടെ പോവുമായിരുന്നു. ഞാനൊക്കെ പിന്നെ അവിടുന്ന് ആ വിറകൊക്കെ ശേഖരിച്ചിട്ടില്ല. ഇപ്പോൾ വിറകിനൊന്നും പോകുന്നില്ല. ഇപ്പോൾ ആനയും പുലിയും കാട്ടുപോത്തൊക്കെ ഉള്ളത്. ഈ ഭാഗവും ഫോറസ്റ്റ്. ഇതിന് ബെസ്റ്റ്. ഇവിടെ നിന്നാൽ മൊത്തവും കാണാം. ഈ പ്രദേശം മൊത്തം കാണാം. ആ കാണുന്നതാണ് ഞങ്ങളുടെ വീട്. അവിടുന്നാണ് ഞാനിവിടെ നടന്ന് വന്നത്. ആ നീല താർപ്പ വെച്ചിട്ട് അവിടുന്നാണ് ഞാനിവിടെ നടന്ന് വന്നത്. ഇതൊരു ഷെഡാണ്, ഉമ്മ കെട്ടിയതാണ് ഷെഡ്. ഇങ്ങനെ പോയി. ഇത് പഞ്ചായത്തിന് കിട്ടിയ ടാങ്ക്. നിങ്ങൾക്കൊക്കെ പഞ്ചായത്തിന് ടാങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പോയി. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കണക്ഷനുണ്ട് ഇവിടെ. വെള്ളമുണ്ട്. വെള്ളം ഏത് സമയത്തും വെള്ളമുണ്ടല്ലോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ വലിയ കുഴി പോലെയാണ് കാണുന്നത്. കാപ്പോട്ട്
ഈ പ്രദേശം മൊത്തം കാണാം നമുക്ക് അവിടെ നിന്നാലും. റോഡിൽ കൂടെ ആരൊക്കെ വരുന്നു പോകുന്ന എല്ലാ കാര്യങ്ങളും കാണാം. CC ക്യാമറ വെച്ചതുപോലെ അങ്ങനെ. ഇവിടെ നിന്നാൽ ബേത്തൂർപ്പാറയുടെ ടവറൊക്കെ കാണാം നല്ല രീതിയിൽ. ഇവിടോട്ടാണ് ഞാൻ വന്നത്. ഞാനിവിടെ വെറുതെ വന്നിവിടെ ഇരിക്കും. പകലൊക്കെ ഞാനിവിടെ വന്നിരിക്കും. ഇത് ഹാളാണ്, കയറി ചെല്ലുന്ന ഹാള്. പിന്നെ ഇതൊരു റൂമ്, പിന്നെ ഇതൊരു റൂമ്. ഇത് പൂജാമുറി. ഇവിടെ പൂജാമുറിയൊക്കെ ഉണ്ട്. കാസർഗോഡ് ഭാഗത്തൊക്കെ പൂജാമുറിയൊക്കെ ഉണ്ടല്ലോ. ഇത് അടുക്കള. ഇത് വർക്ക് ഏരിയ. പിന്നെ എന്താ വീടിപ്പുറമോ വലിയ, അതിനിപ്പം JCB കൊണ്ട് മണ്ണെടുത്താൽ ഇത്രയും ഗ്യാപ്പേ ഉള്ളൂ ഇവിടെ. ഇത് ബാത്റൂം. ഇവിടെ ജനലിൻ്റെ അടുത്ത് ഇരുന്നാണ് ഞാൻ വീഡിയോ എടുത്തത്. അത് ആ വീട് കാണുന്നത് ഞങ്ങളുടെ വീടാണ്, ഇപ്പം നിൽക്കുന്ന വീടാണ്. ഇതെന്ന് പറഞ്ഞാൽ അച്ഛനൊക്കെ നിൽക്കുന്ന വീടാണ്. ഞങ്ങളൊക്കെ ഇപ്പം നിൽക്കുന്ന നിലവിൽ ആ വീട്ടിലാണ്. അത് നല്ല വീടാണ്. പക്ഷേ ഇത് ടാർപ്പ വലിച്ചിട്ട് ഇപ്പം മഴയല്ലേ, അതുകൊണ്ടാണ് ടാർപ്പ വലിച്ചിട്ട് മുറ്റത്ത്. തുണിയൊക്കെ ഇടാൻ വേണ്ടി. ഇവിടെ നിന്നാൽ എല്ലാം കാണും. അവിടെയൊക്കെ വീടുള്ളത്. അപ്പോൾ ആ കവുങ്ങൊക്കെ കാണുന്നിടത്തെല്ലാം വീടുള്ളത്. ഇത് ഞങ്ങളുടെ കണ്ടം.